ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു സ്വാദിഷ്ടമായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു അറേബ്യൻ ബ്രെഡ് പുഡിംഗ് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇവിടെ ഉള്ളവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനാണെങ്കിൽ നല്ല ആസ്വദിച്ച് കഴിച്ചിട്ടും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ ഈ ഒരു സംഭവം നിങ്ങൾക്കും കൂടി പറഞ്ഞു തരാമെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. പക്ഷേങ്കിൽ ഞാൻ ഉണ്ടാക്കിയത് എന്തായാലും ഒന്ന് കാണിച്ചു തരണ്ടേ. അപ്പം നമ്മളിതാ കുറച്ച് ബ്രെഡ് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ വക്കെല്ലാം ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. വക്ക് മീൻസ് ഈ ബ്രൗൺ ഭാഗങ്ങൾ കേട്ടോ. എന്നിട്ട് ഇതേപോലെ സുന്ദര കുട്ടപ്പനാക്കി ബ്രെഡിനെ എടുക്കുന്നു. എന്നിട്ട് നമ്മൾ പുഡിംഗ് ബൗൾ എടുക്കുന്നു. എന്നിട്ട് അതിലേക്ക് ഇതേപോലെ നിരത്തി വെച്ചെടുക്കുന്നു. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കട്ട് ചെയ്ത് നിരത്തി വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിന് വേണ്ടി രണ്ട് മിക്സ് റെഡിയാക്കാനുണ്ട്. അതിന് ഞാൻ ഫ്രഷ് ക്രീം എടുക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ മിൽക്ക് മെയ്ഡ് കൂടി എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് രണ്ടും കൂടെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ആക്കണം. നല്ല മധുരം വേണം കേട്ടോ. അതിനുശേഷം ഒരു ചെറിയൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് പാൽ എടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് കസ്റ്റാർഡ് പൗഡർ കൂടി നമുക്ക് വേണം. അപ്പോൾ ആ ബൗളിൽ നമ്മൾ ഈ കസ്റ്റാർഡ് ഇട്ടിട്ട് അങ്ങോട്ട് കലക്കി എടുക്കുകയാണ്. കലക്കുമ്പോൾ നമ്മൾ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് കലക്കണം. പിന്നെ അതാ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടിച്ച പഞ്ചസാര ആണെങ്കിൽ നല്ലത്. ഞാൻ ഇവിടെ പൊടിക്കണമെന്നില്ല. എന്നിട്ട് ഞാൻ അങ്ങനെ തന്നെ ഇട്ടിട്ട് നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് അതിലേക്ക് നമ്മൾ കസ്റ്റാർഡിൻ്റെ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ അതങ്ങോട്ട് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതേപോലെ ഒരു കട്ടിയിൽ കൊണ്ടുവരികയാണ് കേട്ടോ. പിന്നെ ഇളക്കണത് നിർത്തരുത്. ഇളക്കുന്നത് നിർത്തി കഴിഞ്ഞാൽ അടിപിടിക്കും കേട്ടോ. പിന്നെ നമ്മൾ നിരത്തി വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ അതിലേക്ക് ഇത് ഇങ്ങനെ തുരുതുരാ ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ മുകളിലായിട്ട് ഈ ഫ്രഷ് ക്രീമിൻ്റെ മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ വീണ്ടും കുറച്ച് ബ്രെഡ് വെച്ചിട്ട് സെക്കൻഡ് ലെയർ ഉണ്ടാക്കണം ഗൈസ്. ബൗന്നുണ്ട്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കസ്റ്റാർഡിൻ്റെ മിക്സ് പിന്നെ അതേപോലെ ഫ്രഷ് ക്രീമിൻ്റെ മിക്സ്, അതിനുശേഷം കുറച്ച് ബദാമി പിസ്തയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ചുരണ്ടി ഇട്ട് കൊടുത്തേക്ക്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് വെക്കുക. ഇത് ഫ്രിഡ്ജ് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം അരമണിക്കൂർ എങ്ങനെയൊക്കെയോ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കഴിക്കാനുള്ള ഒരു ത്വര അങ്ങനെ ഇതേപോലെ ഇങ്ങോട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് പ്ലേറ്റിലേക്ക് വെക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും ഇത്രയുള്ള വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യട്ടെ.